ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് തൃക്കാക്കര MLA ഉമാ തോമസിനുണ്ടായ അപകടത്തിൽ സംഘാടകരുടെ പിഴവ് ഉണ്ട് എന്ന വാദം ശക്തമായി ഉയരുകയാണ്. പോലീസ് ഇപ്പോൾ അതിൽ കേസെടുക്കുകയും ചെയ്തു. ഉമാ തോമസ് വേദിയിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സ്റ്റേജ് സജ്ജീകരണത്തിൻ്റെ ഭാഗമായി ഉള്ള പാകപ്പിഴ കൂടി ഒരു ഗുരുതരമായ അപകടത്തിലേക്ക് ഉമാ തോമസിനെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന വാദമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് സംഘാടക സമിതിയും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുന്നുണ്ട്. എന്തായാലും ബഹുമാനപ്പെട്ട MLA ഉമാ തോമസിനുണ്ടായ അപകടത്തിൽ ആ അപകടം നേരിട്ട് കണ്ട ഒരു വ്യക്തി നടന്ന സംഭവങ്ങൾ കൃത്യമായി വിവരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. അപ്പോൾ ആ സീറ്റിലേക്ക് വന്ന് ഇരിക്കാൻ നേരത്ത് ഇതിൻ്റെ ബാലൻസ് കിട്ടില്ല. സീറ്റൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ളൊരു കംഫർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട് അവർ ആ ബാലൻസിന് വേണ്ടി മുന്നിൽ വെച്ചിട്ടുള്ള റിബൺ സ്റ്റിക്കിൽ പിടിച്ചു. റിബൺ സ്റ്റിക്ക് പിടിച്ചപ്പോൾ റിബൺ സ്റ്റിക്ക് എഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പോൾ എഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇവർ മറിഞ്ഞ് മുന്നോട്ട് വീഴുകയും ഒരു 20 അടി താഴ്ചയുണ്ട്, കറങ്ങിയാണ് താഴേക്ക് വീണത്. അങ്ങനെ താഴെ വീണ് കറക്റ്റ് തലയുടെ പുറകുവശം അടിച്ച് വീണു. MLAയുടെ ബോധം പോയി, ബ്ലഡ് വന്നു. കാറി വിളിച്ച് നമ്മൾ സ്റ്റക്കായി പോയി. പക്ഷേ ആൾക്കാരൊക്കെ വന്നു. അങ്ങനെ ഞാൻ തന്നെ മുന്നിൽ ഓടി. ഇവരെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഓടി മുന്നിൽ വന്ന് ആംബുലൻസ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പോലീസുകാർ വിളിച്ചു. അപ്പോൾ തന്നെ ആംബുലൻസൊക്കെ പെട്ടെന്ന് തന്നെ വന്നു. ഡോക്ടേഴ്സ് ഉണ്ടായിരുന്ന ആംബുലൻസിനകത്ത് അവരെടുത്ത് പോയി. അത്ര ആൾത്തിരക്കിൻ്റെ ഒരു കൺജഷനൊന്നും അവിടെ ഉണ്ടായില്ല. ആ MLA വീണെടുത്ത് MLAനെ എടുക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം MLA കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഒരു എടുത്ത് പൊക്കാൻ പറ്റാണ്ടായിപ്പോയി. ആൾ കൂടി പെട്ടെന്ന് എടുത്ത് കൊണ്ടുവന്ന് വന്ന് ആംബുലൻസ് കയറ്റുള്ളൂ. അതിലൊന്നും വേറെ തല അടിച്ചിട്ടാണ് വീഴുന്നത്. ബാക്ക് തലയുടെ പുറകുവശം അടിച്ചിട്ടാണ് വീഴുന്നത്. കറങ്ങിയിട്ട് വീണു. മുന്നോട്ട് ആഞ്ഞിട്ടൊന്ന് കറങ്ങി തലയുടെ ബാക്ക് അടിക്കുകയായിരുന്നു. സ്റ്റേജ് നല്ല നിലയ്ക്കാണെങ്കിൽ ഒരാൾ കസേരയിൽ ഇരിക്കാൻ പോകുന്നിടത്തുനിന്ന് മുന്നോട്ട് വീഴില്ലല്ലോ. പിന്നെ MLA ഇരിക്കാൻ വന്നെടുത്ത് ഇതിൽ പിടിക്കുകയായിരുന്നു. ഇരിക്കാൻ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കും. കംഫർട്ട് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാൻ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഒരു ബാലൻസ് ചെയ്യും. ഇവൻ നമ്മൾ ചെയറിൻ്റെ പിടിയിലെങ്കിലും പിടിച്ചിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അതിനങ്ങനെയില്ല. എനിക്കൊന്നും ഇത് പിടിയില്ലാത്ത ചെയറായിരുന്നു. അപ്പോൾ MLAക്ക് എവിടെയൊന്നും ബാലൻസ് ചെയ്ത് ഇരിക്കാൻ പറ്റില്ല. കാരണം MLAക്ക് ഇത്രയും തടിയുള്ള ആളായതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് ഇരിക്കാൻ പറ്റാതെ MLA ഇങ്ങനെ ഇതാകുക ചെയ്തു. സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. സ്റ്റേഡിയത്തിൽ 100 കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമല്ലേ. അതിൽ അങ്ങ് ആയിരക്കണക്കിന് വരും. നമ്മൾ സ്ഥിരം പോകുന്ന സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നമല്ല. ഒരു അഡീഷണൽ സ്റ്റേജ് ഉണ്ടാക്കിയത്. ഞാൻ കാറി വിളിച്ച് അപ്പോഴത്തേക്കും വന്ന ആൾക്കാരെ എടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് അതേപോലെ തന്നെ അവിടെ വഴി പുറത്തോട്ടുണ്ടായിരുന്നു. ആ വഴിക്ക് പുറത്തോട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ കാറ് വിളിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോഴത്തേക്കും പോലീസുകാർ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നു. MLAക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. എടുക്കുന്ന സമയത്ത് വീണപ്പോൾ തന്നെ MLAയുടെ ബോധം പോയി. പിന്നെ അവർ ആംബുലൻസിൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആംബുലൻസാണ് 102 ആംബുലൻസ് വന്നത്. ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ അപ്പോൾ തന്നെ ആംബുലൻസ് വരികയും അവിടെ പിന്നെ ആംബുലൻസ് വരികയും പോവുകയൊക്കെ ചെയ്തു. അതൊക്കെ പ്രോപ്പർലി നടന്നു. പക്ഷേ ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് ഭയങ്കരമായിട്ടും ഒരു സുരക്ഷയില്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചൊരു സാധനമായിരുന്നു. അത് സ്റ്റേഡിയത്തിൽ അഡീഷണൽ ആയിട്ട് കിട്ടിയാണ്. സ്റ്റേഡിയത്തിനവിടെ ബാരിക്കേഡും ഗാലറി ബാരിക്കേഡൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേഡിയമാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കളി കാണാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊരു സാധനം അവരവിടെ ഈ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം അവിടെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. മുന്നിൽ ഇവർ 2 റോയിലാണ് ഇവർക്ക് ഇരിക്കാനുള്ള സൗകര്യം. അപ്പം അതിൻ്റെ ഒരു കൺജഷൻ ആണ് ഈ പ്രശ്നത്തിന് കാരണം. സ്റ്റേജിന് മുന്നിൽ ബാരിക്കേഡ് ഒന്നുമില്ല. കാരണം ഈ റിബൺ കെട്ടുന്ന സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലാണ് എന്ത് ചെയ്യുന്നത്, MLA പോയി പിടിക്കുന്നത്. ഈ പിടിച്ചതിനകത്ത് അതിന് ഇത്രയും MLA പോലത്തെ ഒരാൾക്കതിനകത്ത് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. അതുമായിട്ട് MLA കറങ്ങി താഴ്ത്ത് വീഴുക. ഞാൻ ഷോക്കായിപ്പോയി. കാരണം MLA വീഴുകയും MLA അനക്കല്ലാണ്ടാവുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ മുന്നിൽ കാണുകയാണ്. അത് ഷോക്കാകുകയാണ് ചെയ്തത്. 20 അടി മേലേന്ന് MLAനെ പോലത്തെ ഒരു അത്ര ഏജിലാണ് ആൾ. പോരാത്തിന് ആൾ കുറച്ച് തടിയൊക്കെയുള്ള ശരീരമാണ്. അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞത് അതിഭീകരമായിട്ടുള്ളൊരു വീഴ്ചയായിരുന്നില്ല. കറങ്ങിയിട്ട് തലയുടെ പുറകാണ് എന്ത് ചെയ്തത്, നിലത്ത് നിന്ന് അടിക്കുന്നത്. അങ്ങനെ മലന്ന് വീഴായിട്ട് ആംബുലൻസ് കൊണ്ടുവരുമ്പോൾ MLAക്ക് ബോധമില്ല. എടുക്കുമ്പോഴൊന്നും ഒരു അനക്കം തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. 24 മണിക്കൂർ ഒബ്സർവേഷന് ശേഷം മാത്രമേ അപകടസ്ഥിതി തരണം ചെയ്തോ ഇല്ലയോ എന്ന് പറയുവാൻ സാധിക്കൂ എന്നും നിലവിലത്തെ സാഹചര്യത്തിൽ വാരിയലിനും നട്ടലിനും തലച്ചോറിനും കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നും സാവകാശം മാത്രമേ തിരിച്ച് പൂർവാധികം ശക്തിയോടുകൂടി വരാനുള്ള സാധ്യതയുള്ളൂ എന്നുമാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്.